1999 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സാഹസിക ചലച്ചിത്രമാണ് ദി മമ്മി. ബ്രണ്ടൻ ഫ്രേസർ, റേച്ചൽ വെയ്സ് തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സ്റ്റീഫൻ സമ്മേഴ്സ് ആണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. 1932 പുറത്തിറങ്ങിയ ദ മമ്മി ചലച്ചിത്രത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. 1290 BC ഈജിപ്ഷ്യൻ കാലഘട്ടം മുതൽക്കാണ് ചിത്രം ആരംഭിക്കുന്നത്. പുരോഹിതനായ ഇംഹോതെപ് ഫറവോ സെത്തി ഒന്നാമൻ്റെ വെപ്പാട്ടി അനക്സുമാനുമായി ഇഷ്ടത്തിലായി. ഇവരുടെ ബന്ധം ഫറവോ കണ്ടുപിടിച്ചപ്പോൾ ക്ഷേത്രത്തിൽ വച്ച് ഇംഹോതെപ് ഫറവോനെ വധിക്കുന്നു. അനക്സുനാമുൻ ആത്മഹത്യ ചെയ്യുന്നു. അനക്സുനാമുൻ്റെ അടക്കം കഴിഞ്ഞപ്പോൾ ഇംഹോതെപ് ശരീരവും മോഷ്ടിച്ചുകൊണ്ട് മരണത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഹമുനപുത്രയിലേക്ക് പോയി. പുനരുദ്ധാന ചടങ്ങിലൂടെ അനക്സുനാമുൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ മടക്കിക്കൊണ്ടുവരാനാണ് ഇംഹോതെപ്പിൻ്റെ ശ്രമം. എന്നാൽ പുനരുദ്ധാന ചടങ്ങ് മുഴുവനാക്കും മുമ്പ് സെത്തിയുടെ പടയാളികൾ ഇംഹോതെപ്പിനെ പിടിച്ചു. അനക്സുനാമുൻ്റെ ആത്മാവ് അധോലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇംഹോതെപ്പിനെ നാവ് മുറിച്ച് ജീവനോടെ മമ്മിയാക്കി. അനശ്വരമായ ജീവിതം എന്ന ശാപം ചുമത്തി മാംസം ഭക്ഷിക്കുന്ന വണ്ടുകളോടൊപ്പം പേടകത്തിൽ വളരെ സുരക്ഷിതമായി അടക്കി. ഈജിപ്ഷ്യൻ ദൈവമായ അനുബിസിൻ്റെ പ്രതിമയുടെ കീഴിലാണ് അടക്കിയത്. എന്നെങ്കിലും ഇംഹോതെപ്പ് പുറത്തു വരാനിടയായാൽ അനിയന്ത്രിതമായ ശക്തി ഉണ്ടാവും. AD 1926 കെയ്റോ ലൈബ്രറിയൻ ഈവ്ലിൻ കാർനാഹാന് വിചിത്രമായ ഒരു പെട്ടിയും ഭൂപടവും സഹോദരനായ ജൊനാഥൻ സമ്മാനിക്കുന്നു. അത് തീബ്സിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. എന്നാൽ വാദാമുഖങ്ങൾക്ക് ശേഷം അത് തടവുകാരനായ റിക്കോ കോണലിൻ്റെ പക്കൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് ജൊനാഥന് സമ്മതിക്കേണ്ടി വന്നു. തനിക്ക് ഹമുനപുത്രയെക്കുറിച്ചറിയാമെന്ന് റിക്ക് ഈവ്ലിനോടും ജൊനാഥനോടും പറയുന്നു. റിക്കോ കോണലിൻ്റെ തടവിൽ നിന്നും ഈവ്ലിൻ മോചിപ്പിക്കുന്നു. റിക്കും ഈവ്ലിനും ഹമുനപുത്രയിലേക്ക് യാത്രയായി. മാർഗമധ്യേ അവർ ഈജിപ്തോളജിസ്റ്റ് ഡോക്ടർ അലൻ കേംബർലിനെയും സംഘത്തെയും കാണുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ ഹമുനപുത്രയിലെത്തുന്നു. പക്ഷേ അർഡത്ത് ബേ എന്ന പോരാളിയുടെ നേതൃത്വത്തിലുള്ള മൊജായികൾ അവരെ ആക്രമിക്കുന്നു. ഇംഹോതെപ്പിനെ ഈ നഗരത്തിലാണ് അടക്കിയതെന്ന് അർഡത്ത് അവരോട് പറയുന്നു. റിക്കും കൂട്ടരും അത് കണക്കാക്കാതെ പര്യവേഷണം തുടങ്ങി. ഈവ്ലിൻ ആമുൻറായുടെ ഗ്രന്ഥത്തിനായി തിരച്ചിൽ തുടങ്ങി. ഈജിപ്തോളജിസ്റ്റ് ഡോക്ടർ അലൻ കേംബർലും സംഘവും മരണത്തിൻ്റെ ഗ്രന്ഥം കണ്ടെടുക്കുന്നു. അതോടൊപ്പം അനക്സുനാമുൻ്റെ ആന്തരാവയവങ്ങൾ അടക്കം ചെയ്ത കനോയോപ്പിക് ഭരണികളും. അന്ന് രാത്രി ഡോക്ടർ അലൻ്റെ കൈവശമുള്ള മരണത്തിൻ്റെ ഗ്രന്ഥം ഈവ്ലിൻ വായിക്കുന്നു. അങ്ങനെ ഇംഹോതെപ്പിന് മോക്ഷം കിട്ടുന്നു. അവരുടെ സംഘത്തിലെ ഒരുവനായ ബെന്നി അയാളുടെ കൂടെ ചേരുന്നു. തുടർന്ന് കെയ്റോയിൽ വച്ച് അമേരിക്കക്കാരെ ഓരോരുത്തരായി ഇംഹോതെപ്പ് വധിക്കുകയും അവരുടെ മാംസം കൊണ്ട് ഇംഹോതെപ്പ് പഴയ രൂപത്തിലാവുകയും ചെയ്യുന്നു. ഇംഹോതെപ്പിനെ വീണ്ടും പഴയപടിയാക്കാൻ റിക്കും ഈവ്ലിനും ജൊനാഥനും അർദട്ടിനെ കാണുന്നു. അവിടെ വച്ച് ഈവ്ലിൻ ഇംഹോതെപ്പ് തന്നെ അനക്സുനാമുൻ എന്ന് വിളിച്ച് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇംഹോതെപ്പ് അവളെ കൊന്ന് ആ ആത്മാവിനെ ഉപയോഗിച്ച് അനക്സുനാമുനെ പുനരുജ്ജനിപ്പിക്കാനാണെന്ന് അർഡത്ത് പറയുന്നു. മരണത്തിൻ്റെ ഗ്രന്ഥം ഉപയോഗിച്ച് അയാളെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആമുൻറായുടെ ഗ്രന്ഥം ഉപയോഗിച്ച് അയാളെ വധിക്കുവാൻ കഴിയുമെന്ന് ഈവ്ലിൻ പറയുന്നു. ആ ഗ്രന്ഥം ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തിയ ശേഷം ഇംഹോതെപ്പ് തൻ്റെ ഒരു കൂട്ടം അടിമകളുമായി അവരെ ആക്രമിക്കുന്നു. ഈവ്ലിൻ തൻ്റെ കൂടെ വരികയാണെങ്കിൽ റിക്കിനെയും സംഘത്തിനെയും ജീവനോടെ വിടാമെന്ന് ഇംഹോതെപ്പ് സമ്മതിക്കുന്നു. പക്ഷേ അവർ പോയതിനു ശേഷം അവർ റിക്കിനെയും സംഘത്തെയും വധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ റിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തി അവർ രക്ഷപ്പെടുന്നു. എന്നാൽ മ്യൂസിയത്തിൻ്റെ സൂപ്രണ്ട് മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ ത്യജിക്കുന്നു. ഇംഹോതെപ്പും ഈവ്ലിനും ബെന്നിയും ഹമുനപുത്രയിലേക്ക് തിരിച്ചെത്തുന്നു. റിക്കും അർഡത്തും ജൊനാഥനും അവരെ പിന്തുടർന്നെത്തുന്നു. പരകായപ്രവേശനത്തിലൂടെ അനക്സുനാമുൻ്റെ ശരീരത്തിലേക്ക് ഈവ്ലിൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ ഇംഹോതെപ്പ് ഒരുങ്ങുന്നു. അവിടെ വച്ച് ഇംഹോതെപ്പിൻ്റെ അനുയായികളായ മമ്മികളോട് റിക്ക് യുദ്ധം ചെയ്യുന്നു. അതിനുശേഷം അവർ ഈവ്ലിനെ മോചിപ്പിക്കുന്നു. അവൾ ആമുൻറായുടെ ഗ്രന്ഥം ഉപയോഗിച്ച് അയാളെ നശ്വരനാക്കുന്നു. റിക്ക് അപ്പോൾ അയാളെ വാളിനാൽ കുത്തുന്നു. ശേഷം മരണത്തിൻ്റെ അരുവിയിലേക്ക് ഇംഹോതെപ്പ് വീഴുന്നു. അവിടെ കിടന്ന് ഉടനെ ജീർണിക്കുന്നു. ഇതൊന്നും അറിയാതെ പിരമിഡ് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ബെന്നി പൊടുന്നനെ പിരമിഡിലെ ഒരു കെണി അബദ്ധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. മറ്റുള്ളവർ രക്ഷപ്പെടുകയും ബെന്നി മാംസം ഭക്ഷിക്കുന്ന ഞണ്ടുകളുടെ ഇരയാകുന്നു. പിന്നീട് ഹമുനപുത്ര മുഴുവൻ തകർന്നു. അവർ രക്ഷപ്പെടുന്നു. എന്നാൽ രക്ഷപ്പെടുന്നതിനിടയിൽ ഈവ്ലിന് ആമുൻറായുടെ ഗ്രന്ഥം നഷ്ടപ്പെട്ടു. റിക്കും ജൊനാഥനും ഈവ്ലിനും ഒരു ജോഡി ഒട്ടകങ്ങളുടെ പുറത്ത് ബെന്നി കൊള്ളയടിച്ച സമ്പത്തുമായി യാത്രയാകുന്നു. ഇതാണ് ദ മമ്മി എന്ന കഥയുടെ സാരാംശം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.